PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചതിൽ CPM-നുള്ളിൽ വിവാദം പുകയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലക്ഷ്യമിട്ടാണ് ഒപ്പുവെച്ചതെന്നാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉയർത്തുന്ന ന്യായം. എന്നാൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഇത് അംഗീകരിച്ചിട്ടില്ല. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇടഞ്ഞതോടെ CPM-ൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. പാർട്ടിയിലും ഭരണത്തിലും മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമെന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് കരാർ ഒപ്പുവെച്ച രീതിയെന്ന വിമർശനം ശക്തമാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ MA ബേബി അല്പം മുമ്പ് പിണറായിക്ക് മുന്നിൽ തലകുനിച്ചോ എന്ന സംശയമുണ്ട്. കാരണം രാജ ചെന്ന് കണ്ടയുടൻ നമുക്ക് സംസ്ഥാനത്ത് ഈ വിഷയങ്ങൾ പരിഹരിക്കാം എന്ന് പറയുന്നതിനർത്ഥം ചെയ്തു പോയ കാര്യം തിരുത്തും എന്നല്ലല്ലോ, CPI-യെ അനുനയിപ്പിക്കും. അതായത് പിണറായിക്ക് മുന്നിൽ, പിണറായിയുടെ ഏകാധിപത്യത്തിന് മുന്നിൽ മറുചേരി ശക്തി പ്രാപിക്കുന്നുവെന്നോ ചിലരെങ്കിലും വീണ്ടും പിണറായിക്ക് അടിയറവ് പറയുന്നുവെന്നോ? MA ബേബിയുടെ ഒരു ദുർബലമായ നിലപാടായിരുന്നു എന്ന് പറയാം. കാരണം അത് സംസ്ഥാനത്ത് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വിടുമ്പോൾ CPM സംസ്ഥാന നേതൃത്വം പിടിക്കുന്നതിനപ്പുറത്തേക്ക് തനിക്കൊന്നും പറയാനില്ല എന്നൊരു നിലപാടാണ് MA ബേബി സ്വീകരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ശക്തമായ നിലപാട് പിണറായി വിജയനെതിരെ സ്വീകരിക്കാൻ MA ബേബിക്ക് ഒരു കാലത്തും കഴിയുകയുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാന CPM-ൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളൊരു പ്രക്ഷോഭം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലമായി പല വിഷയങ്ങളിലും തീരുമാനം പലപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറിയെ അടക്കം നോക്കുകുത്തിയാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം പിണറായി വിജയനാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം, സംസ്ഥാന സെക്രട്ടേറിയറ്റിനടക്കം പലപ്പോഴും പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി എടുക്കുന്ന തെറ്റായ നിലപാടുകളെ തിരുത്താനോ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനോ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അങ്ങനെ, അതായത് പാർട്ടിയുടെ രീതിക്കല്ല മുഖ്യമന്ത്രി പോകുന്നത് എന്നുള്ളൊരു പ്രശ്നവും പല അംഗങ്ങളും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ PM ശ്രീ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ്. രാഷ്ട്രീയ വൈരം മൂലം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ആ പദ്ധതിയിലേക്ക് വന്നതിനെ അംഗീകരിച്ച് തന്നെ മതിയാകുകയുള്ളൂ. കാരണം അത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യകരമായ ഒരു പദ്ധതിയാണ്. അത് ABP അടക്കം വലിയ സമരങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയതും തിരിച്ചറിവുണ്ടായതും എന്നതും ഒരു വിഷയം തന്നെയാണെങ്കിലും അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ CPM-നുള്ളിൽ ഇതൊരു വലിയ ചർച്ചയ്ക്ക് വീണ്ടും വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ശൈലി, കാര്യങ്ങളിൽ എല്ലാം തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രി മാത്രം, മന്ത്രിസഭയെ പോലും പലപ്പോഴും വിശ്വാസത്തിലെടുക്കുന്നില്ല, മറ്റ് മന്ത്രിമാർ കാര്യങ്ങൾ അറിയുന്നില്ല. CPM-ന്റെ തന്നെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ഇവരോടൊന്നും ഇത്തരത്തിലുള്ള നയപരമായ ഒരു വിഷയങ്ങളിലും ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം CPM-നകത്തുണ്ട്. അത് കഴിഞ്ഞ കുറേ കാലമായി ഉയർന്നൊരു വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ PM ശ്രീയുമായിട്ടോ NEP-യുമായിട്ടോ ഒന്നും മാത്രം അതിനെ കൂട്ടിക്കെട്ടാൻ കഴിയില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള അതൃപ്തികൾ അത് നിലനിൽക്കുന്നുമുണ്ട്. ആ വിഷയങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അടക്കം അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം പറഞ്ഞൊരു തീരുമാനം എന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. പക്ഷേ അപ്പോഴും ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നതിനെ കാണാതിരിക്കാനും CPM-ലെ പല നേതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ CPM-ൽ തന്നെ ഒരു വിഭാഗീയത പോലെ, അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലേക്ക് ഈ വിഷയം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വിഭാഗം പൂർണ്ണമായും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നയവ്യതിയാനത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ രീതികളെയൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷേ മറ്റൊരു വിഭാഗം, അതിൽ കുറച്ചു പേരെങ്കിലും ഈ പറയുന്ന രീതിയിൽ NEP നടപ്പിലാക്കേണ്ടത്, ഇനിയും ഇത്തരത്തിലുള്ള വികസനോന്മുഖമായ പദ്ധതികളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ CPM-നുള്ളിൽ തന്നെ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനി ഈ NEP-യിൽ നിന്നോ ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ നിന്നോ പിന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചത് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പദ്ധതി നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായമടക്കം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഇനി ഈ പദ്ധതിയിൽ നിന്നോട്ട് പിന്നോട്ട് പോക്ക് അത് സാധ്യമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ CPI ദേശീയ നേതൃത്വം പോലും ഈ കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്നൊക്കെ പറയുമ്പോഴും അത്തരമൊരു നടപടിയിലേക്ക് എന്തായാലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പോ വിദ്യാഭ്യാസ മന്ത്രിയോ പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും CPI-യുടെ എതിർപ്പ് മാത്രമായി അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള പല വിഷയങ്ങളിലുമുള്ള രാഷ്ട്രീയ നിലപാടുകളും CPI-യുടെയും CPM-ൻ്റെയും രാഷ്ട്രീയ നിലപാടുകളും അതിൻ്റെ തുടർ സംഭവ വികാസങ്ങളും ഒക്കെ തെളിയിക്കുന്നത്. എന്തായാലും CPM-നുള്ളിൽ വീണ്ടും ഒരു ചർച്ച, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യ മനോഭാവത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കൃഷ്ണരാജ്. പ്രജിത്ത്, അതായത് ഈ വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി
ബിനോയ് വിശ്വത്തെ കാണുന്നു. ബിനോയ് വിശ്വം ഇന്നലെ കർശന നിലപാടൊക്കെ എടുത്തു. വൈകുന്നേരമായപ്പോൾ കുറച്ചല്പം അയഞ്ഞു, ഒക്കെ ശരി തന്നെ. പക്ഷേ മന്ത്രി GR അനിൽ ഇന്ന് പറഞ്ഞത് വെറുതെ കണ്ടതുകൊണ്ട് തീരുന്ന പ്രശ്നമാണോ ഇത് എന്നാണ്. അതായത് CPM-ൽ ബിനോയ് വിശ്വം അഥവാ അയഞ്ഞാലും എതിരഭിപ്രായങ്ങൾ ഉറക്കെ കേൾക്കും. അതായത് പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? ഈ മുന്നണി ബന്ധത്തിലേക്ക് വരുമ്പോൾ CPIയെ കഴിഞ്ഞ കുറേ കാലമായി CPM ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പലവിധ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴും CPM-ന്റെ നയവ്യതിയാനമടക്കം ചൂണ്ടിക്കാട്ടിയപ്പോഴും തുടർച്ചയായി CPI അധിക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പല വിഷയങ്ങളിലും പണ്ട് CPI ഉയർത്തിയ പോലുള്ള നിലപാടുകൾ ഉയർത്താൻ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കഴിയാറില്ല എന്നുള്ളതും ഒരു പൊതുവെ ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതോടൊപ്പം തന്നെ CPI-യിലും പല തവണ CPI-യുടെ സമ്മേളനങ്ങളിലടക്കം സംസ്ഥാന സെക്രട്ടറിക്ക് കൃത്യമായി സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൃത്യമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്നില്ല, CPI-യുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയുള്ള വിമർശനങ്ങളും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന പോണം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. ഈ ഒരു അഭിപ്രായം ഒന്ന്, CPI കൃത്യമായി തങ്ങളുടെ നിലപാടുകൾ ആവർത്തിക്കപ്പെടുന്നില്ല, മന്ത്രിസഭയിൽ കൃത്യമായി തങ്ങളുടെ നിലപാടുകൾ പറയാൻ പലപ്പോഴും CPIക്ക് കഴിയുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ NEP-യുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI മന്ത്രിമാരടക്കമുള്ളവർ മന്ത്രിസഭയിൽ എതിരഭിപ്രായം പറഞ്ഞിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി പൊതുവായി പരസ്യമായി തന്നെ അതിനെതിരെ നിലപാട് സ്വീകരിച്ചു. പക്ഷേ അപ്പോഴും CPM ആകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാകട്ടെ വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ കൃത്യമായി PM ശ്രീ പദ്ധതിയുമായി പോകുന്നു. ഒരു ചർച്ചയും കൂടാതെ അവർ ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതോടെ CPI-യിലെ വലിയൊരു വിഭാഗത്തിനും തങ്ങൾ അപമാനിതരായി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അവർ അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഒന്ന്, മന്ത്രിമാർ ഈ മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കരുത് എന്നുള്ള നിലപാട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ചിലരാകട്ടെ കഴിയുമെങ്കിൽ മുന്നണി വിടണം എന്നൊക്കെയുള്ള സമീപനം പോലും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് CPI-യെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളതാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതായത് CPI നിലവിലത്തെ സാഹചര്യത്തിൽ CPM-നെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ പോവുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത് മുന്നണി ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടാക്കും. അത് പ്രാദേശിക തലങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായും CPM-ന്റെ സംഘടനാ സംവിധാനത്തെയോ അവരുടെ ആളിനത്തെയോ നേരിടാനുള്ള ഒരു ശക്തി CPI-ക്കില്ല. പല സീറ്റുകളിലും CPI, അത് നിയമസഭയിലാണെങ്കിലും ശരി തദ്ദേശത്തിലൊക്കെ ആണെങ്കിലും ശരി, പല സീറ്റുകളിലും എല്ലാം CPI ജയിച്ചു കയറുന്നത് CPM-ന്റെ സംഘടനാ സംവിധാനം കൊണ്ടുകൂടിയാണെന്നുള്ളതും CPI-ക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു നീക്കത്തിലേക്ക് പോയാൽ, CPM-നെ കൂടുതൽ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അതിൽ പല സീറ്റുകളിലും പരാജയപ്പെടുമെന്നുള്ള കാര്യവും CPI-ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധമൊക്കെ ഇങ്ങനെ പുറത്തു നിന്നുണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇത്തരം ചില എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സമീപനം ഉണ്ടാകില്ല. CPI എന്തായാലും ഈ ഒരു അവസ്ഥയിൽ തന്നെ മന്ത്രിസഭയിൽ തുടരുകയും ചെയ്യും. മന്ത്രിസഭാ യോഗങ്ങളിൽ നിലവിലത്തെ സാഹചര്യത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാനുമുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും CPI-ക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇത്രയധികം അപമാനിക്കപ്പെട്ടിട്ടും തങ്ങൾ മുന്നണിയിൽ തുടരണമെന്നുള്ള ചോദ്യം പോലും അണികളൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ CPI എന്തായാലും അത്തരം കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് CPI-CPM ബന്ധത്തിലൊരു ഉലച്ചിലുണ്ടായിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യം CPM-നകത്ത് തന്നെ ചർച്ചയാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതിൽ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് ഗുണകരമാകേണ്ട ഒരു പദ്ധതി, അത് കൃത്യമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങളെല്ലാം കൂടി ഇഴചേർന്ന് നിൽക്കുകയാണ് ഈ PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സംസ്ഥാനത്ത് നിൽക്കുന്ന വിവാദം. കൃഷ്ണരാജ്, PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചതിൽ CPM-നുള്ളിൽ വിവാദം പുകയുന്നു. അതേസമയം ബിനോയ് വിശ്വം അയഞ്ഞാലും അയയില്ലെന്ന സൂചന നൽകി CPI നേതാക്കളും രംഗത്തുണ്ട്. ഉൾപാർട്ടി പ്രശ്നങ്ങൾ സജീവമാകുന്നു. ഒപ്പം CPM-CPI പോരും രൂക്ഷമാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.